ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് ചക്ക വരട്ടിയതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് ചക്ക വരട്ടിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്ക വരട്ടുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ശർക്കര ചേർക്കാതെ വരട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശർക്കര ചേർത്തിട്ട് വേണമെങ്കിലും വരട്ടിയെടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ ഞാൻ ശർക്കര ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചക്ക ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ശർക്കര നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചക്ക വരട്ടിയതും ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ പച്ചരി മാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ പച്ചരി കുതിർത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത് നല്ല നൈസായിട്ട് തരിച്ചെടുത്തിട്ടുള്ളതാണ്. തരിയില്ലാത്ത പൊടി വേണം, നല്ല നൈസായിട്ടുള്ള പൊടി തന്നെ വേണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചക്കയുടെ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുക്കിയതും പൊടിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരവിയതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പത്തിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്താൽ മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പത്തിന് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വാഴയില എടുത്തിട്ട് വാഴയില വാട്ടണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണ് മാവ് വെച്ച് കൊടുക്കാം. മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കട്ടിയില്ലാതെ ഇതുപോലെ പരത്തിയെടുത്താൽ മതി, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. പച്ചരി മാവ് ആയതുകൊണ്ട് കട്ടിയില്ലാതെ പരത്തി കൊടുക്കുകയാണ് നല്ലത്. പിന്നെ ഞാനിതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ചക്കയുടെ ആ ഒരു ഫ്ലേവറിൽ തന്നെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഇല തുറന്നിട്ട് നോക്കിയാൽ നമുക്ക് പച്ച അരിപ്പൊടിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതൊരു 10-12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് നോക്കട്ടെ ഒന്ന്. അപ്പോൾ കനല്ലാതെ പരത്തിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതുപോലെ നേരത്തെ വെച്ചതും ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കപ്പ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഒട്ടലൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പച്ചരിമാവ് ആകുമ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ തീരെ ഒട്ടലുണ്ടാവില്ല കേട്ടോ. നമ്മൾ പത്തിരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടാവും. പിന്നെ നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് കഴിക്കാൻ. ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വിരകിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ അപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്